ഇസ്രയേൽ ഹമാസ് യുദ്ധം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിച്ചതിൽ UAE ഒന്നാം സ്ഥാനത്ത്. പലസ്തീനിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ 2 മാസത്തിനുള്ളിൽ തന്നെ UAE $828 മില്യൺ, അതായത് 304 കോടി ദിർഹം സംഭാവന ചെയ്തതായാണ് റിപ്പോർട്ട്. പലസ്തീനികൾക്കുള്ള മൊത്തം സഹായത്തിന്റെ 42% ഇത്. വൈദ്യസഹായവും ഭക്ഷണവും വസ്ത്രവുമാണ് പ്രധാനമായും UAE ഗസയിലേക്ക് അയച്ചത്. UAEയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മൂടൽമഞ്ഞിന് സാധ്യത, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമാണ് മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡുമായി ലയിക്കും. ലയനം പൂർത്തിയായാൽ ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഡോക്ടർ ആസാദ് മൂപ്പൻ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരും. ക്വാളിറ്റി കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വരുൺ ഖന്നയായിരിക്കും സ്ഥാപനത്തിന്റെ ഗ്രൂപ്പ് CEOയും MDയും. വരുമാനത്തിലും കിടക്കകളുടെ എണ്ണത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 ആശുപത്രി ശൃംഖലകളിൽ ഒന്ന് സൃഷ്ടിക്കുക എന്നതായിരിക്കും ലയനത്തിന്റെ ലക്ഷ്യം. അടുത്ത വർഷം 3ാം പാദത്തോടെ ലയനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. റാസൽ ഖൈമ ജബൽ ജയ്സിൽ നിന്നും വീണ് മരിച്ച മലയാളി യുവാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കണ്ണൂർ തോട്ടട വട്ടക്കുളം മൈഥിലി സദനത്തിൽ രമേശൻ സത്യ ദമ്പതികളുടെ മകൻ സായൻ മധുമലിനെയാണ് മലമുകളിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 32 വയസ്സായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം അവധി ആഘോഷിക്കാനെത്തിയ സായൻ ഫോട്ടോ എടുക്കുന്നതിനിടെ അബദ്ധത്തിൽ കാൽവഴുതി വീണതാകാമെന്നാണ് നിഗമനം. സായന്തിനെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സൗദി അറേബ്യയിലെ റിയാദിൽ മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം ജില്ലയിലെ താനാളൂർ മീനടത്തൂർ അണ്ണച്ചമ്പള്ളി വീട്ടിൽ ബീരാൻകുട്ടി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷബീബ് റഹ്മാനാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. അറബി വീട്ടിൽ ഡ്രൈവറായിരുന്ന ഷബീബിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇമാം മഞ്ചേരി ഗ്ലോബൽ UAEയുടെ 53ാമത് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷിച്ചു. വിവിധ കായിക മത്സരങ്ങളിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ മാരത്തോൺ വിഭാഗത്തിൽ ഹാരിസ് കോർമത്തും 40ന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ റമീസും യുവാക്കളുടെ വിഭാഗത്തിൽ ഹബീബും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 50ന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ മുസ്തഫ മഞ്ചേരി, 40ന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ റമീസ് പത്തപിരിയം എന്നിവരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ജൂനിയർ വിഭാഗത്തിൽ ലിബു പന്തല്ലൂർ ഒന്നാം സ്ഥാനത്തെത്തി. ഫിറ്റ്നസ് ചലഞ്ചിൽ സീനിയർ വിഭാഗത്തിൽ റമീസ് പത്തപിരിയവും ജൂനിയർ വിഭാഗത്തിൽ മജീദ് കാരക്കുന്നും ഒന്നാം സ്ഥാനത്തെത്തി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പട്ടം റമീസ് പത്തപിരിയത്തിനാണ്. വിജയികൾക്ക് ഇമ പ്രസിഡന്റ് ഷമീം, കൺവീനർ സലീം എന്നിവർ മെഡലുകൾ വിതരണം ചെയ്തു. ട്രഷറർ അസ്കർ നന്ദി അറിയിച്ചു. ഇമ FC സൗഹൃദ ഫുട്ബോൾ മത്സരവും അരങ്ങേറി. മലയാള കവിതകളുടെ സംഗീത നൃത്താവിഷ്കാരം കാവ്യനടനം എന്ന പേരിൽ വരുന്ന ഞായറാഴ്ച നടക്കും. രാജീവ് പിള്ളൈ ആൻഡ് ഫ്രണ്ട്സ്, പ്രദീപ് നെന്മാറ, മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഷാർജ എന്നിവർ സംയുക്തമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന കാവ്യനടനം പരിപാടിയിൽ ജയരാജ് വാര്യർ, വയലാർ ചന്ദ്രവർമ്മ, ഇന്ദുലേഖ ജയരാജ്, ചന്തു ജയരാജ്, സുമേഷ് കൃഷ്ണൻ എന്നിവരെ കൂടാതെ UAEയിൽ നിന്നുള്ള നിരവധി കവികളും നർത്തകികളും പങ്കെടുക്കും.